നമസ്കാരം. പതിരും കതിരും. ചിത്തിരെ അത്തറമാന്തം അവിട്ടം തവിട്ടിലും തേടും എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന ആരാണിപ്പോൾ CPMൻ്റെ തലപ്പത്തിരിക്കുന്നത്? പിണറായി ആണോ, ബേബി സഖാവാണോ, ഗോവിന്ദനാണോ? അതാരായാലും തറമാന്തുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ. കാളസർപ്പയോഗം വിടാതെ പിന്തുടരുന്നതിൻ്റെ ഫലമാണല്ലോ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം. അതിനു പിന്നാലെ കർക്കടകം പിറന്നപ്പോൾ തന്നെ എന്തെല്ലാം ദുർഘടങ്ങളാണ് CPMനൊപ്പം കൂടിയിരിക്കുന്നത്. പിണറായി വിജയന് ഇരുട്ടത്ത് മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വരുന്നു. അതോടെ ഇരുട്ടിനെയും ഭയമായി തുടങ്ങി. എവിടെ നിന്നാണ് ശത്രുക്കൾ ചാടി വീഴുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. AKG സ്മാരകം ഇരിക്കുന്ന സ്ഥലം കയ്യേറിയതാണെന്ന സംശയം മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ മുഴുവൻ ഭൂമിയും അളക്കാൻ കേരള സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നു. അതും കൂടാതെ മറ്റൊരു വാർത്ത കേട്ടത് വീണാ വിജയൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ED നടപടികളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചു എന്നാണ്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടിലേത് ദുഃഖത്തിനാണ് കൂടുതൽ ആഴം? തനിക്ക് ശേഷം പ്രളയം വരുമെന്നും പാർട്ടി മുങ്ങിച്ചാകുമെന്നും ഈ കപ്പൽ അറബിക്കടലിൽ പതിക്കുമെന്നും പിണറായി വിജയൻ അറിയാം. പക്ഷേ മകളുടെ സ്വത്ത് കണ്ടുകെട്ടിയാൽ ആ താത ഹൃദയം സഹിക്കില്ല. കോൺഗ്രസ് സർക്കാർ പഠന ഗവേഷണ കേന്ദ്രം നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടദാനം കൊടുത്ത വസ്തുവാണത്. എന്നിട്ടും തെറിവിളിക്ക് വല്ല കുറവുമുണ്ടോ? കാകരിരിക്കാൻ കമ്പ് കൊടുക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിന്നങ്ങ് പടർന്ന് പന്തലിച്ചു. കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ CPMകാരുടെ ചോര തിളയ്ക്കാറുണ്ടെങ്കിലും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായ AK ഗോപാലനും പരസ്പര ബഹുമാനവും സൗഹൃദവും പുലർത്തിയിരുന്ന വ്യക്തികളായിരുന്നു. പാർലമെൻറ്റിൽ AKGയുടെ പ്രസംഗം കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു നെഹ്റു എന്ന് കേട്ടിട്ടുണ്ട്. 53-ൽ പ്രളയ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഒരു പ്രദർശന ക്രിക്കറ്റ് മത്സരം നടന്നു. നെഹ്റുവും AKGയും ഒരേ ടീമിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയതായും കേട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്ക് അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു അനൗപചാരിക പഠന കേന്ദ്രം വേണമെന്ന് AKG ആഗ്രഹിച്ചു പോയി. 1977 മാർച്ച് 22-ന് AKG അന്തരിച്ചതിന് പിന്നാലെ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് സർക്കാർ AKG മെമ്മോറിയൽ കമ്മിറ്റിക്ക് തിരുവനന്തപുരത്ത് ഭൂമി അനുവദിച്ചു. 79-ൽ പഴയ AKG സെൻറ്റർ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ദശാബ്ദങ്ങളോളം പാർട്ടിയുടെ ആസ്ഥാനമായി പഠന ഗവേഷണ കേന്ദ്രമായും അത് പ്രവർത്തിച്ചു. അതിനുശേഷം പാർട്ടി ഭയങ്കരമായി വളർന്നു. ഭൂസ്വത്തുക്കൾ ഇഷ്ടം പോലെ സമ്പാദിച്ചു കൂട്ടി. പലതും കയ്യേറിയിട്ടുണ്ട്. ഇപ്പോഴിതാ പഴയ മന്ദിരത്തിൻ്റെ എതിർവശത്ത് 9 നിലകളും 2 ഭൂഗർഭ പാർക്കിംഗ് നിലകളിലുമായി ആധുനിക സൗകര്യത്തോടെ ഒരു പുതിയ ആസ്ഥാന മന്ദിരം അവർ പണിതിരിക്കുന്നു. എന്നാൽ പഴയ AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമി കയ്യേറ്റ ഭൂമിയാണെന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളുമാണ് ഇപ്പോഴും ഉള്ളത്. കേരള സർവകലാശാലയുടെ ഭൂമിയും സർക്കാർ പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടെ കയ്യേറിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നാണ് പ്രധാന ആക്ഷേപം. ഈ ഭൂമിയാണിപ്പോൾ അളന്ന് തിട്ടപ്പെടുത്താൻ പോകുന്നത്. ഇത് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സർക്കാർ ഉത്തരവുകളോ ഫയലോ റവന്യൂ വകുപ്പിലോ ഇല്ല, കളക്ട്രേറ്റിലുമില്ല, പുരാവസ്തു വകുപ്പിൻ്റെ കയ്യിലുമില്ല. ഏതാണ്ട് 55 സെൻറ്റോളം ഭൂമിയാണ് AKG സെൻറ്ററിനായി നിയമവിരുദ്ധമായി കയ്യേറിയതെന്നാണ് പരാതി. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പുതിയ മന്ദിരത്തിൻ്റെ കാര്യം അതിലും ബഹുകേമമാണ്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ഉടമ ഹൈക്കോടതിയിൽ കേസ് നൽകിയിരിക്കുന്നതായാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ദുഷ്ടൻ്റെ മുതൽ ചിതലരിച്ചു പോകുമെന്ന് സാരം. ദ്വാരക കടലെടുത്തതുപോലെ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തനായി തിരിച്ചു പോകുന്നതോടെ CPMും അതിൻ്റെ മന്ദിരങ്ങളും കടലെടുത്തു പോകും. ഈ ദുഃഖങ്ങളെല്ലാം കൂടി അവസാന കാലത്ത് എങ്ങനെ പിണറായി വിജയൻ ഒറ്റയ്ക്ക് താങ്ങുമെന്നതിലാണ് ഭയം. പാർട്ടിയുടേതെല്ലാം പോകട്ടെ എന്ന് വയ്ക്കാം, പക്ഷേ മകളുടെ ഭൂമി പോയാൽ എന്തു ചെയ്യും? ഒന്നാലോചിച്ചാൽ ED കാണിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത പരിപാടിയാണ്. അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടൊരു പെൺകുട്ടി ഒരു കമ്പനി തുടങ്ങുന്നു. അതിൽ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ ലാഭം അല്പാൽപമായി ഉറുമ്പരി ശേഖരിച്ചു വെക്കുന്നത് പോലെ സ്വരുക്കൂട്ടി വെച്ച് ഇതെല്ലാം വാങ്ങിച്ചു. അതാണിപ്പോൾ കണ്ടുകെട്ടാൻ പോകുന്നത്. അപ്പോൾ വിയർപ്പിന് ഒരു വിലയുമില്ലേ ഈ രാജ്യത്ത്? അങ്ങനെ ED രണ്ടും കൽപ്പിച്ചിറങ്ങി ഭൂമി അളന്നു തിട്ടപ്പെടുത്തി കൈവശം വെച്ചാൽ എന്തു ചെയ്യും? അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും അവസ്ഥ എന്തായിരിക്കും? സിംഹം വിശന്നപ്പോൾ തവളയെ പിടിച്ചു എന്നതുപോലെയാകുമോ ഇനിയുള്ള കാര്യങ്ങൾ?